ഇവിടെ ഈ ഒരു വീട് കണ്ടാ, ഈ വീട്ടിൽ നമുക്ക് കടൽ കാണാൻ പറ്റും. നമുക്ക് ബെഡ്റൂമിൻ്റെ അവിടെ നിന്നും കാണാം, ടോപ്പ് ഫ്ലോറിലൊന്നും കാണാം. നല്ല അടിപൊളിയായിട്ട് നൈറ്റ് കടൽ കണ്ട് ചില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല അടിപൊളി ലൊക്കേഷനിൽ വന്നിട്ടുള്ള ഒരു വീടും കൂടെയാണിത്. കാരണം നമ്മുടെ ഈ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സിനിമ നടിയുടെ വീടാണ്. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു വീടും നല്ല അടിപൊളി ഒരു വലിയ വീടാണ്. ഈ വീട് ആൾറെഡി നമ്മൾ തൊട്ടപ്പുറത്തുള്ള വീടുണ്ടല്ലോ, അത് നമ്മൾ സിനിമയ്ക്കൊക്കെ ഷൂട്ടിങ്ങിനൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന വീടാണ്. അപ്പോൾ അത്ര അടിപൊളി ലൊക്കേഷനിൽ വന്നിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അത് ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ്. ഇവിടെ ആകെ ഒരു 3 വീട് മാത്രമാണ് ഉള്ളത്. ആകെ 3 വീട്, അതും നല്ല അടിപൊളി 8-6 വീടുകളാണ് ഈ 3 എണ്ണം ഉള്ളത്. അതിൽ നമുക്കിതാ ഈ വന്നിട്ടുള്ള ഈ ഒരു വീടാണ് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. നമ്മുടെ ഈ ഗേറ്റഡ് കമ്മ്യൂണിറ്റി ഇതാ കണ്ടോ, ആ മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് ഇതാ ഫസ്റ്റിലത്തെ ഈ ഒരു പ്രോപ്പർട്ടി കഴിഞ്ഞാൽ നേരെ വരുന്നതാണ് നമ്മുടെ വീട് വരുന്നത്. കണ്ടോ, ഇത് പ്രൈവറ്റ് റോഡാണ്, ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ്. ഞാൻ ഇത് ഫ്രണ്ട് ഇതാണ് നമ്മുടെ മെയിൻ റോഡ് വരുന്നത്. നമ്മൾ ഈ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള എവിടെയാണെന്നറിയാമോ? നമ്മുടെ വീടിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് നമ്മുടെ തിരുവല്ലം പൂങ്കുളം CGI കോംപ്ലക്സ് ബസ് സ്റ്റോപ്പിൽ നിന്ന് ജസ്റ്റ് ഒരു 100 മീറ്ററേ വരുള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞ ആ വീട്. നല്ല അടിപൊളി വീടാണ്. മൊത്തം 4 സെൻറ്റിൽ 2100 സ്ക്വയർ ഫീറ്റുള്ള സ്വന്തം ആവശ്യത്തിന് വെച്ച് ഒരു കീട്ടെല്ലാം പൊളപ്പം വീടാണ്. നല്ല അടിപൊളി വീടാണ്. വീട് പണി കഴിഞ്ഞിട്ട് ഇതുവരെ താമസിച്ചിട്ട് പോലും അല്ല. എന്നുവെച്ചാൽ അർജൻറ്റ് സീലാണ്. അവർ UK ഷിഫ്റ്റ് ചെയ്യണോണ്ട് അങ്ങനെ കൊടുക്കുന്ന വീടാണ്. നിങ്ങൾക്ക് ഈ വീടിൻ്റെ അകം കാണുന്നത് നല്ല അടിപൊളി വീടാണ്. ഒരു ട്രഡീഷണൽ പ്ലസ് മോഡേൺ ടച്ചിൽ ചെയ്തിട്ടുള്ള വീടാണ്. നമുക്കിതിൽ ടൈൽസ് വരുമ്പോഴേ ഇറ്റാലിയൻ നല്ല പ്രീമിയം ബ്രാൻഡ് ടൈൽസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് സ്ക്വയർ ഫീറ്റിന് തന്നെ 180 രൂപയൊക്കെ അടുപ്പിച്ച് റേറ്റ് വരും ഈ സ്ക്വയർ ഫീറ്റിന്, ഈ ടൈൽസിന്. അതുപോലെ ഇതാ വെട്ട് കല്ലാണ് ഇവിടെ കൊടുത്തിട്ടുള്ള. തടി വർക്ക് നമുക്കിപ്പം മണിച്ചിത്രത്താഴ് പൂട്ടാണ് വരുന്നത്. തേക്ക് തടിയാണ്. ഇതാ തേക്ക് തടി മണിച്ചിത്രത്താഴ് പൂട്ടിൽ നിന്ന് നേരെ കയറി വരുമ്പോൾ ഇതാ നമ്മുടെ വീടായി. ഡബിൾ ഹൈറ്റ് പോലത്തെ രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ നമുക്ക് നല്ല പൊക്കമുണ്ട്. കണ്ടോ, അത്രയും നല്ല സ്പേഷ്യസ് ആയിട്ട് നല്ല പൊക്കത്തിലാണ് നമുക്കിത് മുകളിൽ വരെ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ നമ്മൾ ഹാൾ എന്ന് പറയുമ്പോൾ നല്ല ലിവിങ് സ്പേസ്, നല്ല സ്പേസ് ഉണ്ട്. കണ്ടോ, വലിയ സ്പേസ് ആണ്. 2100 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. അപ്പൊ നല്ല സ്പേസ് ഉണ്ട്. അതുപോലെ ഈ നമ്മൾ ഈ വീട് കൊടുക്കണത് ഫർണിച്ചർ മൊത്തത്തിൽ ഓടാണ് കൊടുക്കണത്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് നേരെ കയറി വരുമ്പോൾ ഇതാ ഇവിടെ ഒരു പൂജാമുറി ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു പൂജാ റൂം പോലെ ചെറിയൊരു രീതിക്ക്. പിന്നെ നമുക്ക് നേരെ ഇതാണ് നമ്മുടെ ഹാള് അടിപൊളി ഹാള് കേട്ടോ. നല്ല സ്പേസ് ഉണ്ട്, നല്ല വലിയ സ്പേസ് ആണ്. കാരണം ഹാളിൽ നിന്ന് നേരെ കയറി വരുമ്പോൾ നമ്മുടെ ഓപ്പൺ മോഡലിലെ കിച്ചണായി. ഓപ്പൺ മോഡലിലെ കിച്ചൺ മൾട്ടിവുഡാണ്. ഇതെല്ലാം മൾട്ടിവുഡ് കബോർഡിൻ്റെ ഇതാണ് വെച്ചിട്ടുള്ളത്. മൾട്ടിവുഡാണ്, എല്ലാം മൾട്ടിവുഡ്, നല്ല ക്വാളിറ്റി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഫുള്ള് നമുക്ക് ഈ ഫർണിച്ചേഴ്സ് മൊത്തത്തിലാണ് സെയിൽ ചെയ്യണത്. മെയിനായിട്ട് സ്വന്തം ആവശ്യത്തിന് വെച്ച വീടാണ്. നിങ്ങൾ ഇത് കണ്ട ഫുള്ള് ആ കവർ പോലും മാറ്റിയിട്ടില്ല കേട്ടോ. ഫർണിച്ചേഴ്സിന്റെ കവർ പോലും മാറ്റിയിട്ടില്ല. സ്വന്തം ആവശ്യത്തിന് വെച്ച വീടാണ്. പക്ഷേ പുള്ളിക്ക് ഷിഫ്റ്റ് വന്നുകൊണ്ടാണ് ഇതിപ്പോൾ സെയിലാക്കണത്. എന്ന് വെച്ചാൽ UK ഷിഫ്റ്റ് ആവുകയാണ്. അതുകൊണ്ടാണ്, ആ ഒരു കാരണത്തിലാണ് സെയിലാക്കണത്. നമുക്ക് മൊത്തം 3 ബെഡ്റൂമാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം. ഈ ബെഡ്റൂമിന്റെ സൈസ് വരുമ്പോഴേ ഈ താഴത്തെ ബെഡ്റൂം ഏകദേശം ഒരു 160 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. മുകളിലത്തെ ബെഡ്റൂം കുറച്ചുകൂടെ സ്പേസ് ഉണ്ട്. ഞാൻ മാസ്റ്റർ ബെഡ്റൂം കാണിച്ചു തരാം. ഇപ്പം കാണിച്ചു തരാം. അത് കുറച്ചുകൂടെ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. മാസ്റ്റർ ബെഡ്റൂം ഇതാ നമ്മുടെ ഡൈനിങ് ടേബിൾ. ഇതാ ഇവിടെ നമ്മുടെ ഡൈനിങ് ഏരിയ ആയി. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഇൻവെർട്ടറിന്റെ പ്രൊവിഷൻ കൊടുക്കണം. ഇവിടെ കൊടുക്കാം. ഇൻവെർട്ടറിന്റെ പ്രൊവിഷൻ ഇവിടെ കൊടുക്കാം. നമുക്ക് ഇനി എന്തായാലും മോളിൽ പോയി കണ്ടിട്ട് വരാം. അതുണ്ട് മറ്റേ ഈ ചെറിയൊരു പാത്രത്തിന്റെ സെറ്റപ്പ് ചെയ്തിട്ടുള്ള നല്ലൊരു ലുക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീട്ടിൽ നിന്ന് കടൽ വ്യൂ കിട്ടും. നമ്മളെ വീട് ലൊക്കേഷൻ ഞാൻ മനസ്സിലായില്ല. നമ്മുടെ പൂങ്കുളം CGI കോംപ്ലക്സിന്റെ അടുത്തായിട്ടാണ് വരുന്നത്. പൂങ്കുളത്താണ്, നമ്മുടെ തിരുവല്ലം പൂങ്കുളത്താണ് വീട് വരുന്നിട്ടുള്ളത്. തിരുവല്ലം പൂങ്കുളം. ഇതാണ് നമ്മുടെ മുകളിലത്തെ ഏരിയ. മുകളിൽ കണ്ട നല്ല വിശാലമായ സ്പേസ് ഉണ്ട് കേട്ടോ. നല്ല സ്പേസ് ഉണ്ട്. മുകളിലും നല്ല സ്പേസ് ഉണ്ട്. താഴത്തെ ആ ഒരു ഹോളിന്റെ അത്രയും അടുപ്പിച്ച് അത്രയും സ്പേസ് ഉണ്ട് നമുക്ക് മുകളിൽ. പിന്നെ നമുക്ക് ഈ ഹാൻഡ് റൈസ് വരുന്നത് മഹാഗണിയാണ്. ഹാൻഡ് റൈസ് വരുന്നതിലുള്ള മഹാഗണിയിലാണ്. പിന്നെ നമുക്ക് ഇതാണ് ഞാൻ പറഞ്ഞ വലിയ ബെഡ്റൂം. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂം ഏകദേശം 175 സ്ക്വയർ ഫീറ്റ് വരും. 175 സ്ക്വയർ ഫീറ്റ്. നമുക്കിതില് ബാത്റൂം നിങ്ങൾ കാണണം. ബാത്റൂം നല്ല സ്പേഷ്യസ് ബാത്റൂം അവിടെ ഒരു രക്ഷയില്ല കേട്ടോ. ബാത്റൂം നല്ല സ്പേഷ്യസ് ഉണ്ട്. ഇതിൽ നമുക്ക് ബാത്റൂമിൽ പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് ഉണ്ടാ നമ്മുടെ ക്ലോസറ്റിന്റെ വാൾഡോ. പിന്നെ ഇതിൽ ജാക്കൂർ അങ്ങനെയുള്ള ടോപ്പ് ബ്രാൻഡ്സ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. എല്ലാം നല്ല യൂറോപ്യൻ ബ്രാൻഡ്സ് വെച്ചിട്ടാണ് നമുക്ക് ഇതിൽ എല്ലാം കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. സ്വന്തം ആവശ്യത്തിന് വെച്ച് ചെയ്ത് അല്ല ബിൽഡർ കൺസ്ട്രക്ട് ചെയ്ത് അങ്ങനെയൊന്നുമില്ല. സ്വന്തം ആവശ്യത്തിന് പുള്ളി ചെയ്ത വീടാണ്. ട്രഡീഷണൽ പ്ലസ് മോഡേൺ ടച്ചിൽ. അതാണ് നിങ്ങൾ ടൈൽസ് കണ്ട ഇറ്റാലിയൻ രീതിയിലുള്ള ഒരു കിടിലൻ ടൈൽസ് ആണ്. ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ടൈൽസ് നല്ല അടിപൊളി ഒരു ഇതുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഈ പഴയ ഒരു വീടിന്റെ ടച്ചും ഇപ്പോഴത്തെ വീടിന്റെ ടച്ചും ചെയ്തതാണ്. ഫുള്ള് തടി വർഷമാണ് കണ്ട. ഫുള്ള് തടിയാണ്. തടിയാണ് കണ്ട. നല്ല അടിപൊളി ലുക്കല്ലേ. നല്ല അടിപൊളിയായിട്ട് ഇത് വെട്ട് കല്ല് കണ്ട.
ഈ വെട്ടുകല്ലാണ് എന്താ ഇവിടെ ഉള്ളത്. ഫുള്ള് വെട്ടുകല്ലിൽ ഇത് MRFൻ്റെ പെയിൻറ്റിൻ്റെ പോളിഷിങ് ചെയ്തിട്ടുണ്ട്. അതാണ് നല്ല വെട്ടിത്തിളങ്ങി നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് സംഭവം. ഇതാ ഇവിടെ കണ്ട തടി അല്ല ഫുള്ള് തടി വർഷമാണ്. ഈ ഫ്രണ്ടിൽ ഗ്ലൈഡിങ് ഉണ്ടല്ലോ, ഗ്ലൈഡിങ്ങിൻ്റെ അതൊക്കെ ചെയ്തിട്ടുള്ളത് 1.5 ലക്ഷം പുറത്ത് എമൗണ്ട് ആയിട്ടുണ്ട് ഗ്ലൈഡിങ്ങിൻ്റെ അത് ചെയ്യാൻ തന്നെ. പിന്നെ അതേപോലെ നമുക്ക് ഈ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള വീടുകളും നല്ല അടിപൊളി വീടുകളൊക്കെ ഉള്ള ഏരിയയാണ്. അപ്പം നമുക്ക് അതേപോലെ ഇവിടെ വൈകുന്നേരമൊക്കെ ഇപ്പം ചുമ്മാ വന്ന് നമുക്ക് ഇവിടെ ഇരിക്കുമ്പോഴേ നല്ല വ്യൂ വേണം കണ്ട്. അതാണ് നമ്മുടെ മെയിൻ ബസ് റൂട്ട്. അതായത് നമ്മുടെ CGI കോംപ്ലക്സിൻ്റെ മെയിൻ ബസ് സ്റ്റോപ്പ് അത് അവിടെയാണ് വരുന്നത്. നമ്മുടെ CGI കോംപ്ലക്സിൻ്റെ മെയിൻ ബസ് സ്റ്റോപ്പ് നമുക്ക് ഇവിടെ നിന്ന് ഒരു 75 മീറ്ററൊക്കെ വരുള്ളൂ. ഇവിടെ നേരെ ഇവിടെ നിന്ന് നേരെ നമ്മളിപ്പം CGI കോംപ്ലക്സിൻ്റെ അതുവഴി വരികയാണെങ്കിൽ അവിടെ നിന്ന് നേരെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ റൈറ്റ് തിരിഞ്ഞ് നേരെ ഇങ്ങ് വന്നിട്ട് ലെഫ്റ്റ് അടിച്ച് കയറിയാൽ അതായത് നേരെ ഇങ്ങ് കയറാൻ പറ്റും. ഇവിടെ വരുമ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ഗേറ്റ് ഇട്ടിട്ടുണ്ട് കണ്ട, റോസ് കളർ ഗേറ്റ്. അതിലൊന്ന് നേരെ വരുമ്പോൾ ഈ ഫസ്റ്റത്തെ പ്ലോട്ട് കഴിഞ്ഞാൽ സെക്കൻഡാണ് നമ്മുടെ ഈ വീട് വരുന്നത്. അപ്പോൾ നല്ല അടിപൊളി നല്ല വ്യൂ ആണ്. നമുക്ക് ഇവിടെ നിന്ന് നേരെ കടൽ കാണാൻ പറ്റുമേ. അത് നമുക്ക് ഈ വീഡിയോയിൽ കറക്റ്റായിട്ട് കിട്ടുമെന്ന് അറിഞ്ഞൂടാ. ആ കാണുന്ന കടലാണ് കേട്ടോ. ഇതാ തെങ്ങ് നിൽക്കണേണ്ട ഇവിടെ തെങ്ങ് ഒരുപാട് മരം ആയതുകൊണ്ടാണ് നമുക്ക് ആ കറക്റ്റ് വ്യൂ കിട്ടാത്തത്. സംഭവം അവിടെ അത് കടലാണ്. മൊത്തം 90 സെൻറ്റുള്ള ഒരു വലിയൊരു പ്ലോട്ടാണ്. ഈ പ്ലോട്ടിലാണ് ഈ 3 വീടുകളും ഇപ്പം നിൽക്കുന്നത്. ആ വീടാണ് നമുക്ക് ഇത് സീരിയലിനൊക്കെ ഷൂട്ടിങ്ങിനൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള വീട്. അതപ്പുറത്തുള്ളതാണ് നിങ്ങൾ ഈ വീടാന്ന് വെച്ചാൽ എൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ആക്ട്രസിൻ്റെ വീടായിരിക്കും. അപ്പോൾ നല്ല അടിപൊളി എന്ന് വെച്ചാൽ പ്രീമിയം ആൾക്കാർ താമസിക്കുന്ന ഒരു പ്രീമിയം കമ്മ്യൂണിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഇപ്പം അപ്പുറത്തുള്ള വീട് വാങ്ങിച്ചതെന്ന് വെച്ചാൽ ഫോറസ്റ്റ് ഓഫീസറിലെ മെയിൻ സുപ്രീം ലെവലിൽ ഇരിക്കുന്ന ഒരു പുള്ളിയാണ് വാങ്ങിച്ചിട്ടുള്ളത്, ചീഫ് ഓഫീസറാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അത്രയും നല്ല അടിപൊളി നെയ്ബേഴ്സാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. എന്ന് വെച്ചാൽ നല്ല ഒരു അടിപൊളി കമ്മ്യൂണിറ്റിയാണ്, വേറെ വിഷയങ്ങളൊന്നുമില്ല. നല്ല കാം ആൻഡ് ക്വയറ്റ് ഏരിയ, നല്ല അടിപൊളി ഏരിയയിലുള്ള പ്രോപ്പർട്ടിയാണ്. തൊട്ടപ്പുറത്ത് ഇപ്പുറത്ത് വേറെ വീടുകളുണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് തന്നെ ഓഫീസ് എന്ന് പറയുമ്പോൾ ഇവിടെ CGI കോംപ്ലക്സ് ആണ് അടുത്ത്. പിന്നെ പൂങ്കുളത്തുനിന്ന് നമുക്കിപ്പോൾ NH ഒക്കെ കയറാൻ എളുപ്പമാണ്. നമുക്കിപ്പോൾ എവിടെ വേണമെങ്കിൽ പോകാം. നമുക്കിപ്പം എയർപോർട്ട് വേണമെങ്കിൽ അടുത്താണ്. അതേപോലെ തന്നെ ഇപ്പം എന്താ പറയുക, നമുക്ക് സിറ്റിയിൽ പോകണമെങ്കിൽ ഇപ്പം നമുക്ക് തമ്പാനൂർ പോകണമെങ്കിൽ ഇവിടെ നിന്ന് ഒരു 8 കിലോമീറ്ററൊക്കെ വരുള്ളൂ. അതായത് നമ്മൾ മണക്കാട് കയറിയിട്ട് നമുക്ക് തമ്പാനൂർ പോകാം. പിന്നെ നമുക്കിപ്പോൾ കോവളം നമുക്ക് ഇവിടെ വന്ന അടുത്ത് 3-4 കിലോമീറ്റർ വരുള്ളൂ. കോവളം ഇൻ്റർനാഷണൽ നമ്മുടെ സീപോർട്ട് വരുന്നത് ഒരു 6 കിലോമീറ്ററൊക്കെയാണ് സീപോർട്ട് വരുന്നത്. പിന്നെ പൂങ്കുളം എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ടോപ്പ് ഏരിയയാണ്. നമുക്ക് തന്നെ അവിടെ ഒരു പ്രോപ്പർട്ടി നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ CGI തൊട്ടപ്പുറത്ത്. അത് ഇപ്പോൾ സെയിലായി. ഇനി നമുക്ക് ഇത് മാത്രമാണുള്ളത്. ഇതൊരു അർജൻറ്റ് സെയിലാണ്. എന്ന് വെച്ചാൽ ഇവിടുത്തെ സാധാ വരുന്ന ലക്ഷറി പ്രോപ്പർട്ടി ലെവലിനെക്കാട്ടും റേറ്റ് കുറവിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിട്ടുള്ളത്. ഈ പൂങ്കുളം ഏരിയ എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെയൊക്കെ അത്യാവശ്യം അടിപൊളി ഹൈ ലെവലുള്ള വില്ലാസാണ് ഉള്ളത്. കാരണം നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഇപ്പോൾ ആർഷ ഹോസ്പിറ്റലിൽ അവിടെ സൈഡിൽ നോക്കിയാൽ നല്ല അടിപൊളി വില്ലാസാണ്. അതിൻ്റെയൊക്കെ റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഹെവി റേറ്റ് ആയിരിക്കും. പക്ഷേ അതൊന്നും സെയിലിനില്ല. പക്ഷേ ഈ ഒരു വീട് ഇപ്പോൾ സെയിലിന് അർജൻറ്റായിട്ട് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവർ മൂവിങ് ഔട്ട് ആവണതുകൊണ്ടാണ് ഈ വീട് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ അർജൻറ്റ് സെയിലാണ്. അത് സ്വന്തം ആവശ്യത്തിന് വെച്ച വീടാണ്. നിങ്ങൾക്ക് ഇതിൽ വേറെ ഒന്നും ചെയ്യാനില്ല. എന്ന് വെച്ചാൽ സ്വന്തം ആവശ്യമല്ല, അടിപൊളി ചെയ്ത വീടാണ്. ഇതിൽ നമുക്ക് വയറിങ് വരെ വീഗാർഡിൻ്റെയൊക്കെ വയറിങ്ങാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഇത് സ്ക്വയർ ഫീറ്റ് റേറ്റ് തന്നെ ഈ ഒരു കല്ലിന് തന്നെ 185 സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത്. അത്രയ്ക്ക് ഒരുപാട് പണി ചെയ്തെടുത്ത വീടാണ്. എന്ന് വെച്ചാൽ ഒരുപാട് പൈസ മുടക്കി ചെയ്ത വീടാണ്. അപ്പോൾ അത്രയും നല്ല അടിപൊളി വീടാണ്. ഫർണിച്ചർ മൊത്തത്തിലാണ് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ഡയറക്റ്റ് ഓണറിനെ വിളിക്കാം. അപ്പോൾ ഈ പ്രോപ്പർട്ടി കാണണമെങ്കിൽ ഡയറക്റ്റ് ഓണറിനെ വിളിച്ചാൽ CGI കോംപ്ലക്സിൻ്റെ അടുത്തായിട്ടാണ്. CGI കോംപ്ലക്സ് നമുക്ക് ഇവിടെ നിന്ന് ഒരു 250 മീറ്ററൊക്കെ വരുള്ളൂ. 250 മീറ്ററും ഇല്ല, തൊട്ടടുത്താണ് CGI കോംപ്ലക്സ് തൊട്ടടുത്ത്. അത്രയും നല്ല വസ്തുവിന് വിലയൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി ഏരിയയിൽ ഇത്രയും പ്രീമിയം ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിക്കകത്താണ് വരുന്നത്. അത് നിങ്ങൾക്ക് ഇവിടെ 3 വീട് മാത്രമാണുള്ളത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൈവസി ഒക്കെ കിട്ടും. അപ്പം നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന റേറ്റ് എത്രയെന്ന് അറിയോ? 92 lakhs ആണ്. അതും ഈ റേറ്റ് നെഗോഷ്യബിൾ ആണ്. അർജന്റ് സെയിലാണ്. അർജന്റ് സെയിലാണെന്ന് വെച്ചാൽ ഭയങ്കര അർജന്റ് സെയിലാണ്. പുള്ളിക്ക് ഉടൻ തന്നെ ഷിഫ്റ്റ് ആവണം, UK ഷിഫ്റ്റ് ആവണം. അപ്പോൾ പുള്ളിക്ക് ഒരു ജോബിൻ്റെ ഇത് കാരണം ഷിഫ്റ്റ് ആവുകയാണ്. അതുകൊണ്ടാണ് ഇത് സെയിലിന് വന്നിട്ടുള്ളത്. അല്ലാതെ ഇത് സ്വന്തം ആവശ്യത്തിന് വെച്ച വീട് ഒറ്റയടിക്ക് ആരും സെയിൽ ചെയ്യൂല. അല്ലെ ഇപ്പോൾ വാടകയ്ക്കൊക്കെ ആയിരിക്കും ഇപ്പോൾ ഒരുപാട് പേര് കൊടുക്കണം. പക്ഷേ ഇതിപ്പോൾ പുള്ളിക്ക് പെട്ടെന്ന് തന്നെ അർജന്റായിട്ട് മൂവ് ഓൺ ആവണം. അതുകൊണ്ടാണ് കൊടുക്കണം. അപ്പം നിങ്ങൾക്ക് ഇതൊരു നല്ല അവസരമാണ്. 92 ലക്ഷമാണ് ചോദിക്കുന്നത്. അതും നെഗോഷ്യബിൾ പ്രൈസാണ്, ഹൈലി നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസാണ്. അർജന്റ് സെയിലായിട്ട് നിങ്ങൾക്ക് ഇത് നമുക്ക് പുള്ളി എടുത്ത് തന്നെ സംസാരിച്ച് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഡീൽ ചെയ്യാം. പെട്ടെന്ന് തന്നെ നല്ല വില കുറവിൽ ഈ വീട് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ മാക്സിമം പെട്ടെന്ന് റെഡി പേയ്മെന്റ് ആയിട്ടൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലൊരു അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾക്ക് ഈ ഒരു വീട് കിട്ടും. ഇപ്പം ഡയറക്റ്റ് ഓണറെ വിളിച്ചോ, ഇതാണ് നമ്പർ കേട്ടോ.